കൊല്ലം കുണ്ടറയിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവതിയെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. കുണ്ടറ സ്റ്റേഷൻ SI കിരണിനെതിരെയാണ് പരാതി. പരിക്കേറ്റ യുവതി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ കൃത്യനിർവഹണം തടയാനെത്തിയപ്പോൾ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നാണ് കുണ്ടറ പോലീസിന്റെ വിശദീകരണം. അവരായിട്ട് അവിടെ നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ട് മാറിയിരിക്കുമല്ലോ. നമ്മുടെ ശിവാലയിച്ച് വണ്ടിയിലായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോലീസൊക്കെ അവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു. മാറി നിൽക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ സൈഡിലോട്ട് ഒതുങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം DJ സൗണ്ട് ഇട്ട് വന്നിട്ട് ഒരു പയ്യനെ വെച്ചിട്ട് അറിയും. ഞാൻ എൻ്റെ തൊട്ട് താഴോട്ട് ഇടുന്ന് വീണത് ആ പയ്യൻ വന്നതിൻ്റെ പുറത്തായി. എൻ്റെ ഹസ്ബൻഡ് അത് ചോദിച്ചു, സാറേ എന്തോ കാണിക്കുന്നു. പറഞ്ഞു, നീ പോടാ, നീ ആരാ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകാനുള്ള അത് തലയുടെ മുമ്പിലത്തെ ബാഗിൽ വെച്ചിട്ടാണ് ഇത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരനെ വിടാനെതിരെ എന്നെ മറിച്ച് തറയിൽ ഇട്ടടിച്ചിട്ട് മുമ്പിൻ്റെ ബാഗിലായിട്ട് ഒരുപാട് കാലിലൊക്കെ മുറിവൊന്നുമല്ല. വിവരങ്ങളുമായി അബ്ദുൾ ഷമീർ ആണ് ചേരുന്നുള്ളത്. ഷമീർ, ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നുള്ളത്. നമുക്ക് കാണാം, വടിയൊക്കെ ആയിട്ട് പോലീസുകാരൻ നിൽക്കുന്നു, സംസാരം ഉണ്ടാകുന്നു. എന്നാൽ കൃത്യനിർവഹണത്തിന് എതിരായപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? കുണ്ടറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കാഞ്ഞിരക്കോട് ആൽത്തറമുകൾ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ DJ വാഹനം ഉണ്ടായിരുന്നു. ഈ DJ വാഹനത്തിലെ ഇത്തരം ചെറുപ്പക്കാർ അവിടെ യുവാക്കൾ കൂടി നിന്ന് DJയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ എത്തിയ പോലീസ് ഈ വാഹനത്തിന് മുകളിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവിനെ വലിച്ച് താഴേക്കിട്ടു. അത് ചോദ്യം ചെയ്ത ഈ മർദ്ദനമേറ്റ യുവതിയുടെ ഭർത്താവ് അത് ചോദ്യം ചെയ്യുകയും തുടർന്ന് അയാളെയും ആ യുവതിയുടെ അതായത് ഈ പരാതിക്കാരിയായ അശ്വിനി എന്ന യുവതിയുടെ ഭർത്താവ് അനന്തുവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് തടയാനെത്തുകയാണ് അശ്വിനിയെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. കുണ്ട്ര സ്റ്റേഷനിലെ SI കിരണാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. സ്ത്രീയുടെ ശരീരത്താകമാനം അടിയേറ്റ പാടുകളുണ്ട്. എന്നാൽ പോലീസ് ഇപ്പോൾ പറയുന്നത് അനന്തു, അതായത് അശ്വിനിയുടെ ഭർത്താവ് അനന്തുവും അശ്വിനിയും മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അശ്വിനി മദ്യപിക്കുന്ന ആളല്ല. ആ അശ്വിനിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പോലീസ് അവരുടെ സ്ഥിരം പല്ലവിയായ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു കേസിട്ട അവരുടെ ഭർത്താവിനെതിരെ കേസിട്ട് പോലീസ് FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭർത്താവിനെ റിമാൻഡ് ചെയ്യുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്നൊരു ഭീഷണി കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ സ്ത്രീക്ക് ഗുരുതരമായി പരിക്ക് ഏറ്റിട്ടുണ്ട്. അവർ റൂറൽ SPക്ക് നിരവധി പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെയും ഈ SI കിരണിനെതിരെ നിരവധി പരാതികൾ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇയാൾ നിരന്തരമായ ആളുകളോട് അപമര്യാദയായി പെരുമാറുന്ന SI ആണെന്ന് പോലും ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്ത പുറത്തു വരുന്നതോടെ കൂടുതൽ പേർ SI കിരണിനെതിരെ രംഗത്തെത്തുമെന്നാണ് അവർ പറയുന്നത്. അത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ് തന്റെ ഭർത്താവിനും തനിക്കും ഏറ്റത്. ആ മർദ്ദനമേറ്റ പാടുകളുടെ ചിത്രങ്ങളടക്കം നമുക്ക് ആ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട്. എന്തായാലും ക്രൂരമായ അതിക്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടായത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അശ്വിനിയുടെ തീരുമാനം. ശരി ഷമീർ.